സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തെ നടുക്കിയ ഒരു മരണം എന്ന് പറഞ്ഞാൽ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ സ്വന്തം മണ്ഡലമായ പിണറായിയിൽ അഞ്ചരക്കണ്ടിയിലുള്ള ഒരു ഡെൻ്റൽ കോളേജിലെ ചെറുപ്പക്കാരനായ ഒരു വിദ്യാർത്ഥി നിതിൻ രാജ് എന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥി കോളേജിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ആത്മഹത്യയാണോ അതോ ഇനി ഏതെങ്കിലും തരത്തിൽ അവനെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ളതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വീട്ടുകാരുടെ സംശയം ഒരു കാരണവശാലും നിതിൻ രാജ് ആത്മഹത്യ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വിഷയവും അവൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല, അവൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിലുണ്ടായിരുന്നില്ല എന്നാണ് സഹപാഠികളെല്ലാവരും സാക്ഷ്യം ചെയ്യുന്നത്. ഇവിടെ വില്ലനായി മാറുന്നത് അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ എം കെ റാം എന്ന യാഥാസ്ഥിതിക ചിന്താഗതിയുള്ള ഒരു അധ്യാപകനാണ് എന്നുള്ളതാണ് വിദ്യാർത്ഥികളടക്കം കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രത്തോളം ജാതി വെറിയുള്ള ഒരു പ്രിൻസിപ്പൾ തങ്ങൾ ഇതിനു മുമ്പ് മറ്റൊരു സ്ഥാപനത്തിലും കണ്ടിട്ടില്ല എന്നാണ് നിതിൻ രാജിൻ്റെ സഹപാഠികൾ നിതിൻ രാജിൻ്റെ മരണശേഷം മാധ്യമങ്ങൾക്കടക്കം മൊഴി കൊടുത്തത്. ബോഡി ഷെയ്മിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രിൻസിപ്പലിൻ്റെ ഒരു നിത്യവിനോദമാണ്. ഏതെങ്കിലും വിദ്യാർത്ഥികളെ ഇഷ്ടമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ വിളിച്ച് പരസ്യമായി അവഹേളിക്കുന്ന തരത്തിൽ, മാനസികമായി ഇത്തരത്തിലുള്ള പീഡനം ഉണ്ടാക്കുന്ന തരത്തിൽ മിടുക്കനായിരുന്നു എം കെ റാം എന്നാണ് പറയുന്നത്. എന്തായാലും ഈ നിതിൻ രാജിൻ്റെ മരണം കഴിഞ്ഞ് ഏതാണ്ട് 3 മാസം പിന്നിടുമ്പോഴും ഇതിലെ പ്രധാന പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ പ്രിൻസിപ്പൽ എം കെ റാമിനെ കണ്ടെത്താൻ പിണറായി വിജയൻ്റെ പോലീസുകാർക്ക് സാധിച്ചിരുന്നില്ല. പിണറായി വിജയൻ നാട് ഭരിക്കുമ്പോഴാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരുന്നത്. പിണറായിയുടെ സ്വന്തം മണ്ഡലത്തിലുള്ള അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലാണ് ഇങ്ങനെയൊരു ദാരുണ സംഭവം ഉണ്ടായത്. എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ കർണാടകയിലും കുടകിലുമൊക്കെയായി ഒളിവിൽ താമസിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ മൊബൈൽ ഫോൺ പോലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ, ഇലക്ട്രോണിക്സ് ഡിവൈസസ് ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ ഇയാളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. എങ്കിലും മഫ്തിയിൽ ഇയാൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. തലശ്ശേരി സെഷൻസ് കോടതി മുതൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ ഇയാൾ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചെങ്കിലും കഴിഞ്ഞ 19-ാം തീയതിയാണ് സുപ്രീം കോടതി ഇയാളുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. എന്നാൽ അതിനുശേഷവും ഈ കഴിഞ്ഞ ദിവസമാണ് ഇയാളെ കുടകിലുള്ള ഒരു ഒളിത്താവളത്തിൽ നിന്നും കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെ കാലത്ത് പിണറായി വിജയൻ്റെ പോലീസ് സംരക്ഷിക്കുകയോ ഒളിച്ചു പിടിക്കുകയോ ചെയ്ത ഈ ഡോക്ടർ എം കെ റാം എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണക്കാരായ ഈ കൊലയാളിയെ വി.ഡി. സതീശൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അലങ്കാരികമായ പദപ്രയോഗമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് സാർ ഇതിനെ നോക്കിക്കാണുന്നത്? അതായത് ഞാൻ അന്നേ വാർത്ത ചെയ്തപ്പോൾ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ ഡെൻ്റൽ കോളേജിൽ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജ്, അപ്പോൾ ആ ഡെൻ്റൽ കോളേജിൽ പിണറായി വിജയനുമായിട്ട് ഈ കോളേജിന് അഭേദ്യമായ ബന്ധമുണ്ട്. പിണറായി വിജയൻ്റെ ധർമ്മടം മണ്ഡലത്തിലെ ഈ കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സുന്നി ഭാഗത്തിൻ്റെ ഒരു കോളേജാണ്. ആ കോളേജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയിട്ടാണ് കോളേജിൽ അവർ അവിടെ സ്ഥാപനം തുടങ്ങിയത് തന്നെ. ആ തുടങ്ങുന്ന സമയത്ത് അവിടെ ആ സ്ഥലം തന്നെ ഈ ഗവൺമെൻറ് സ്ഥലം കയ്യേറിയിട്ടാണ് അവർ ഇവിടെ കോളേജ് തുടങ്ങി എന്നുള്ളത് കൃത്യമായി തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കാൻ ഉത്തരവിടുകയും എന്നാൽ പിണറായി വിജയൻ്റെ സ്വാധീന പ്രകാരം അതിൽ യാതൊരു നടപടിയില്ലാതെ നിൽക്കുകയെന്ന കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കോളേജുമായി ബന്ധപ്പെട്ട് ധാരാളം ദുരൂഹതകൾ പല മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ പിണറായി വിജയനാണ് പോലീസിൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കൃത്യമായി സംരക്ഷണം കൊടുത്തത്. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ക്രൂരമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെ, അതായത് ജാതീയ വെറി ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഉള്ള പീഡനങ്ങൾ, മാനസിക പീഡനങ്ങൾ സഹിക്കവയ്യാതെ അവസാനം മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത് അവിടെ കൊടുക്കേണ്ട ഫീസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനായിരുന്നു ഈ പ്രധാനമായിട്ടും പ്രശ്നം ഉണ്ടായിരുന്നത്. അവിടെ നിതിൻ രാജിനെ പഠിപ്പിച്ച ഒരു അധ്യാപികയ്ക്ക് അമിത പലിശയ്ക്ക് പണം വാങ്ങുന്ന അമിത പലിശ വാങ്ങുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു കോള് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് നിതിൻ രാജിനെ പ്രിൻസിപ്പാളത്തെ വിളിച്ചു വരുത്തിക്കുകയും നിതിൻ രാജിനെ പ്രിൻസിപ്പാളും അതേപോലെ അധ്യാപികയും അടക്കമുള്ള ആളുകൾ വളരെ മോശമായി
പെരുമാറുന്നത്. പ്രിൻസിപ്പാളാണ് ഇതിനകത്ത് ഏറ്റവും അധികം മുൻകൈ എടുത്ത് വളരെ മോശമായി പെരുമാറി. അതിൽപ്പെട്ട ആളാണ് ഡോക്ടർ എം റാം എന്ന് പറയുന്ന വ്യക്തിയും. അപ്പോൾ ഇദ്ദേഹം വളരെ ജാതി വെറിയോട് കൂടിയിട്ട് വളരെ മോശമായി ഇദ്ദേഹത്തിന് സംസാരിക്കുക. അതിൽ മനസ്സിൻ്റെ വിഷമം കാരണം പിന്നീട് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് അവിടെ നടന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്നാൽ അവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ പറ്റുന്ന ഒരു ഭീരുവായിരുന്നില്ല നിതിൻ രാജ്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് പഠിച്ച് ഈ ഡിഗ്രി എടുത്ത ശേഷം അച്ഛനെ അമ്മയും നോക്കണം എന്ന് അദ്ദേഹം അവസാനം വരെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. അങ്ങനെയുള്ളൊരു വിദ്യാർത്ഥി ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല എന്നിരിക്കെയാണ് അദ്ദേഹത്തെ ഉന്തി താഴത്തേക്ക് തള്ളിയിട്ട് കൊന്നതാണ് എന്നുള്ള കാര്യം അവരുടെ പിതാവ് തന്നെ പറഞ്ഞത്. നിതിൻ രാജിൻ്റെ പിതാവ് തന്നെ അവിടെ സന്ദർശിക്കുകയും എന്നോട് പരസ്യമായി തന്നെ പറഞ്ഞു, എൻ്റെ മകൻ ആത്മഹത്യ ചെയ്യില്ല, മകനെ കൊന്നതാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചത്. കൊന്നതാണോ ആത്മഹത്യയാണോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. സാഹചര്യ തെളിവുകൾ നോക്കുമ്പോൾ നിതിൻ രാജ് ആത്മഹത്യ ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ പയ്യൻ്റെ ഏറ്റവും ഉറച്ച വിശ്വാസം പഠിച്ച് എങ്ങനെയെങ്കിലും ഡിഗ്രി നേടുക, തിരിച്ചു വരിക, അച്ഛനെ അമ്മേനെ നോക്കുക എന്നുള്ള കാര്യമാണ് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്ന് അവൻ കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. പല എന്ത് പ്രശ്നം വന്നാലും ഞാൻ എനിക്ക് നേരിടുമെന്നും നിതിൻ രാജ് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ, കൃത്യമായ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ജാതിവെറി കാട്ടാലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല. എന്നാൽ ആ കോളേജിൽ ഇതുപോലുള്ള വളരെ ദുരൂഹമായ പല മരണങ്ങളും നടന്നിട്ടുണ്ടെന്നുള്ള വാർത്തകളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ആ വാർത്തകൾ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ തങ്ങളെ സംരക്ഷിക്കാൻ പിണറായി വിജയനുണ്ട്, മുഖ്യമന്ത്രിയായ പിണറായി വിജയനുണ്ട് എന്നുള്ള അഹംഭാവമായിരുന്നു ആ മാനേജ്മെൻറ്റിനുണ്ടായിരുന്നത്. എന്നാൽ ഭരണം മാറിയോടുകൂടി ചിത്രം മാറി. റാമിന് ആകട്ടെ സുപ്രീം കോടതി വരെ ജാമ്യം കിട്ടിയില്ല. ഈ സന്ദർഭത്തിലാണ് പിണറായി വിജയൻ സംരക്ഷിച്ച റാമിനെ ഇപ്പോൾ വി.ഡി. സതീശൻ്റെ പോലീസ് പൊക്കിയിരിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള നിർവചനം തന്നെയാണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഇവിടെ നടന്നിട്ടുള്ളത്. പിണറായി വിജയനെ വിമർശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്ന പിണറായി വിജയൻ, അതേസമയത്ത് പിണറായി വിജയൻ തട്ടിപ്പ് നടത്തുന്ന പല സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം ഉണ്ടെങ്കിലും അദ്ദേഹം സംരക്ഷിച്ചിരിക്കും. അതിന് യാതൊരു തരത്തിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം പോലീസ് ഇവരെ കണ്ട ഭാവം നടിക്കില്ല. അങ്ങനെ പോലീസേട്ടം അങ്ങനെ പറയുന്നതിൽ അപ്പുറത്തേക്ക് കയറി എന്തെങ്കിലും ചെയ്താൽ ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുകയോ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞ് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാതെ പോലീസ് നിന്നതിന് കാരണം പിണറായി വിജയനെ പേടിച്ചിട്ടാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ കൃത്യമായിട്ടുള്ള സംരക്ഷണയിൽ കഴിഞ്ഞ ആളാണ് റാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാർ, ഇവിടെ നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ ജാതിക്കും മതത്തിനും എല്ലാം എതിരായി ജീവനില്ലാത്ത മതം എന്ന പാഠ്യപദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് ഇവർ. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്നവരാണ്. ജാതീയമായി പോലും ഈ ഡെൻ്റൽ കോളേജിൽ കുട്ടികൾ അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നിതിൻ രാജിൻ്റെ സഹപാഠികളായ കുട്ടികൾ ഈ മരണത്തിന് ശേഷം തുറന്നു പറഞ്ഞു. അവർക്ക് തുറന്നു പറയാനുള്ള ആർജവം കിട്ടിയത് ഈ കുട്ടിയുടെ മരണത്തിന് ശേഷം ഒരു പൊതുസമൂഹം ഇവരുടെ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവിലാണ്. അങ്ങനെ ഈ കോളേജിൽ കുട്ടികളെ മാനസികമായി അങ്ങേയറ്റം പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ജാതി വെറി നിലനിന്നിരുന്നു. അതിൻ്റെ അപ്പോസ്തലൻ തന്നെയായിരുന്നു ഈ ഡോക്ടർ എം.കെ. റാം എന്ന് പറയുന്ന ഈ ഉയർന്ന ജാതിബോധം വച്ചു പുലർത്തുന്ന ഈ നികൃഷ്ട ജീവി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ പദപ്രയോഗത്തിൽ ഏതെങ്കിലും തരത്തിൽ അസഭ്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകരും ചീഫ് എഡിറ്ററായ നന്ദകുമാർ സാറും ക്ഷമിക്കുക. എൻ്റെ 2 കുട്ടികളും ഇതുപോലെ കോളേജിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണ്. മൂത്ത കുട്ടി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നിതിൻ രാജ് എന്ന് പറഞ്ഞ കുട്ടിക്കെതിരെ മാത്രം നടന്ന ഒരു സംഭവമായതിന് വിലയിരുത്താൻ സാധിക്കില്ല. നമ്മുടെ യുവ സമൂഹം സാറും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ പഠിച്ച് ജയിച്ച് സ്വന്തം കാലിൽ നിൽക്കണം, കുടുംബത്തെ നോക്കണം എന്നൊക്കെ മനസ്സിലാക്കി ആ ഒരു ബോധത്തോടു കൂടി ഇല്ലാത്ത പണം കടം കൊണ്ട് ഒക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ പഠിക്കാൻ ചെല്ലുന്ന കുട്ടികൾക്ക് ഇതുപോലുള്ള ഈ എം.കെ. റാം എന്ന് പറയുന്ന മറ്റേ മക്കൾ നടത്തുന്ന ഇത്തരം പ്രശ്നങ്ങളെ തുറന്നെതിർക്കുകയും മാതൃകാപരമായി ഇനി ഒരു കുട്ടിക്കും കേരളത്തിലോ ഇന്ത്യയിലോ ഒരു ക്യാമ്പസിലും ഇത്തരത്തിലുള്ളൊരു മരണം സംഭവിക്കാതിരിക്കാനുള്ള മാതൃകാപരമായ നടപടികൾ ബഹുമാന്യനായ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും കൈക്കൊള്ളണം. നിയമ നടപടിക്ക് പോകുമ്പോൾ തീർച്ചയായും ബഹുമാനപ്പെട്ട കോടതിയും ഇത് കേൾക്കണം. ഒരു മാധ്യമപ്രവർത്തകൻ എന്നതിലുപരി ഒരു പിതാവിൻ്റെ ഒരു മാനസിക നൊമ്പരമായിട്ടെങ്കിലും ഇത് കണക്കിലെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഒരു കാര്യം വളരെ തെളിയിച്ചിരിക്കുന്നു. പിണറായി വിജയൻ്റെ കാലത്ത് കള്ളക്കേസ് എടുക്കുക, കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യുക എന്നുള്ള സ്ഥിരം തൊഴിലാണെങ്കിൽ
യഥാർത്ഥ കേസിലുള്ള പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന സ്ഥാപനങ്ങളെ സംരക്ഷിച്ചു നിർത്തുക, അതിൽ നിന്ന് കിട്ട പണം കൈപ്പറ്റുക, അങ്ങനെ പിണറായി വിജയൻ പണം എവിടെ നിന്ന് കിട്ടിയാലും അവിടെ മലർന്നു വീഴും. അങ്ങനെ മലർന്നു വീണിട്ട് കമിഴ്ന്നു വീണിട്ട് അവിടുന്ന് ഉണ്ടാക്കിയ പണം ആണ് പിണറായി വിജയൻ അഞ്ചരക്കണ്ടിയിൽ നിന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന ഈ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളമുള്ള അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് കോളേജിൽ പലതും നടന്നിട്ടുള്ളത്. പരിയാരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് നമ്മൾ പലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഇത്തരം കാര്യങ്ങൾ പലതും നടന്നിട്ടുണ്ട്, പല ദുരൂഹ മരണങ്ങളും നടന്നിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഇതുവരെ പുറത്തു വരാത്ത പല കാര്യങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചാൽ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ള കാര്യം സംശയമില്ല. നിതിൻ രാജിൻ്റെ കാര്യത്തിൽ കൃത്യമായി അതിൻ്റെ പ്രിൻസിപ്പാൾ പ്രതിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം പ്രിൻസിപ്പാളിൻ്റെ മുഖതാവിൽ സംഭവം ഈ കുട്ടിയെ ചോദ്യം ചെയ്ത ശേഷമാണ് കൃത്യമായി ഈ കുട്ടി ആത്മഹത്യയോ അല്ലെങ്കിൽ ആ കുട്ടിയെ കൊല്ലുകയോ ചെയ്തിട്ടുള്ളത്. ആ CCTV ദൃശ്യങ്ങൾ കൃത്യമായി പോലീസ് പിടിച്ചെടുക്കേണ്ടതാണ്. ഇതിനകം അവർ നശിപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതിനൊക്കെ അവസരം കൊടുത്തത് പിണറായിയിലെ സർക്കാരിൻ്റെ കാലത്തുള്ള പോലീസാണ്. പിണറായിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് എന്തായാലും ഇതെല്ലാം നടന്നിട്ടുള്ളത്, സംരക്ഷണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.